PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 2023 PSC അവസാനം നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഏകദേശം 50 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൺ ബിലോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എന്താണ് ടൈപ്സ് ഓഫ് സെന്റൻസിൽ ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്, ഇത് ഏത് തരം സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലേ? ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് നമ്മൾ പഠിച്ചതാണേ. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ, ആ ഒരു സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു വിഷ്, ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, ഇങ്ങനെയുള്ള സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അപ്പോൾ ഓപ്പൺ ദി ഡോർ, ഷട്ട് ദ മൗത്ത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താ? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. പ്ലീസ് ക്ലോസ് ദി വിൻഡോ, അതൊക്കെ എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ്, സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അതെന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെന്റൻസ് കണ്ടുപിടിക്കുന്നത്. അതെല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അടുത്ത ചോദ്യം, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. അപ്പോൾ ബസ്സിലെ ഡ്രൈവർ നിങ്ങളുടെ ബ്രദറിനെ പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലുക്സും അല്ലെങ്കിൽ ലുക്ഡും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ലുക്സും ലുക്ഡും ആണ് നമുക്ക് വരാൻ ചാൻസ്. ലുക്ക് വരില്ല. എന്തുകൊണ്ടാണ്? അത് പ്ലൂറൽ ആണ്, ലുക്ക് വരത്തില്ല, ഈസ് ലുക്കിങ്ങും വരത്തില്ല. ഇവിടെ ലുക്സ് ആണോ ലുക്ഡ് ആണോ, അതിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇവിടെ നോക്കുക, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ഇവിടെ എന്തെങ്കിലും ഒരു ടൈമിംഗ് വേർഡ് ഉണ്ടോ? ഇല്ല, ടൈമിംഗ് വേർഡ് ഒന്നുമില്ല. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ടൈമിംഗ് വേർഡ് ഒന്നുമില്ല, സിമ്പിൾ സെന്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസന്റ് ടെൻസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താ? ലുക്സ് ആണ് വരിക, ലുക്സ്. അടുത്തത്, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഇവിടെ ആർട്ടിക്കിൾ ആണല്ലേ? ആൻസർ ഓപ്ഷൻ C ആണ്, ദ ആണ് വരിക. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ, ഏത് ജോബാണ്? അവൻ അപ്ലൈ ചെയ്ത ജോബാണ് അല്ലേ? അപ്പോൾ അവൻ അപ്ലൈ ചെയ്ത ജോബ് എന്ന് പറയുമ്പോൾ ഇവിടെ ജോബ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് നൗൺ ആയിട്ടാണ് വരുന്നത് അല്ലേ? ഏത് ജോബാ? അവൻ അപ്ലൈ ചെയ്ത ജോബാണ്. അപ്പോൾ ഡെഫിനിറ്റ് നൗൺ ആയിട്ടാണ് ജോബ് വരുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതാണ്?
ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എ എന്ന് പറയുന്നത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? മലയാളത്തിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്ന വേർഡ്സിന് മുമ്പിലാണ് നമ്മൾ എ യൂസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലേ. അപ്പോൾ യു അല്ലെങ്കിൽ വ, ക അങ്ങനെയുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നതിന് മുമ്പിലാണ് എ യൂസ് ചെയ്യുക. ആൻ എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മുടെ മലയാളം ഉച്ചാരണം സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്നിടത്ത്. ഇപ്പോൾ നമ്മൾ എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് യുയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യു എന്നാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ എ ആണ് യൂസ് ചെയ്യുക അല്ലേ. എന്നാൽ അംബ്രല എന്ന് പറയുമ്പോൾ യുയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ആ എന്ന് പറയുന്ന ഉച്ചാരണമാണ് അവിടെ വരുന്നത്. അപ്പോൾ സ്വരാക്ഷരമായതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ ഉച്ചാരണം മലയാളത്തിലെ സ്വരാക്ഷരമാണെങ്കിൽ അത് ആനും, മലയാളത്തിൽ വ്യഞ്ജനാക്ഷരമാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എയും ആണ് വരിക. അത് തെറ്റിക്കാതെ നോക്കാം. അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ആദ്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഷീ ഹാസ് നെവർ സീൻ ഹിം. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെവർ എന്നുള്ള ഒരു വേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ സെന്റൻസ് എന്താ? നെഗറ്റീവ് ആണ് അല്ലേ. നെവർ, അതുപോലെ സെൽഡം, ബെയർലി, റയർലി, സ്കെയേഴ്സിലി ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ? സെന്റൻസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്ന സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് മീനിങ് ഉള്ളതാണ് കേട്ടോ. നെവർ, സെൽഡം, ബെയർലി, റയർലി, സ്കെയേഴ്സ്ലി ഈ വേർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹാർഡ്ലി ഇതെല്ലാം ഉണ്ടെങ്കിൽ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നെവർ ഉണ്ട്, അപ്പോൾ നമ്മുടെ സെന്റൻസ് എന്തായി? നെഗറ്റീവ് ആയി. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഓക്സിലറി ഉണ്ടോ എന്നുള്ളത്. ഓക്സിലറി വെർബ് ഉണ്ട് ഇവിടെ, ഹാസ് ആണ് അല്ലേ. അപ്പോൾ ഹാസ് എഴുതി, ടാഗ് പോസിറ്റീവ് ആയതുകൊണ്ട് ഹാസ് എന്ന് തന്നെ എഴുതി. പിന്നെ എന്താ വരുന്നത്? ഷീ ആയതുകൊണ്ട് ഹാസ് ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. അപ്പോൾ ഇവിടെ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആദ്യം നടന്ന കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. നീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് അവനെ കണ്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം ഏതാണ്? ആദ്യം നടന്ന കാര്യം അല്ലേ. രണ്ടാമത് നടന്ന കാര്യം ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ദം എന്ന് പറയുന്നതാണ് ഇവിടെ രണ്ടാമത് നടന്ന കാര്യം. അപ്പോൾ അതെന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റിലാണ് അല്ലേ. ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ V2 ഫോം ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് നടന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ അവൻ കണ്ടു എന്നാണ് പറയുന്നത് അല്ലെ. അവനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം അവനെ കണ്ടു എന്നുള്ളതാണ്. സോ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ്. അപ്പോൾ ഇവിടെ V2ലാണ് കിടക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നടന്ന കാര്യം എന്തിൽ വരണം? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താ? ഹാഡ് പ്ലസ് V3 ആണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പാസ്റ്റിൽ നടക്കുന്ന രണ്ട് ആക്ഷൻ, അതിൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ്. ആദ്യം എഴുതിയിരിക്കുന്ന കാര്യം എന്നുള്ളതല്ല കേട്ടോ, ആദ്യം നടന്നത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കുക. അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് യു ഇൻട്രൊഡ്യൂസ്ഡ് ദം ആണ്. V2ലാണ് കിടക്കുന്നത്. ആദ്യം നടന്ന കാര്യമാണ് ഹാഡ് മെറ്റ് ആണ് വരിക. ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Rose is the most beautiful flower is an example of dash degree of comparison. അപ്പോൾ ഇത് ഏത് ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പോൾ ഇതെങ്ങനെ അറിയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മച്ച് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി, മോർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്, മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മുമ്പിൽ ദ എന്ന് ചേർത്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇവിടെ നോക്കൂ, ദ മോസ്റ്റ് അല്ലെ. അപ്പൊ ഈ ദ ഉള്ളത് കൊണ്ട് ഇതെന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ദാൻ ഉണ്ടായിരിക്കും. ഇപ്പൊ മോർ ആണെങ്കിൽ മോർ ദാൻ എന്നുണ്ടായിരിക്കും. ഇനി മച്ച് ആണെങ്കിലോ ആസ് ഉണ്ടായിരിക്കും, ആസ് മച്ച് ആസ്. ഓക്കെ, അപ്പൊ അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ ആസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രി, ദാൻ ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി, ദ ഉണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദ എൻട്രൻസ്. ഇവിടെ ഏതാ വരിക? കറക്റ്റ് പ്രിപ്പോസിഷൻ
അറ്റാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ദ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ് യൂസ് ചെയ്യുക. അറ്റ് ദ തിയേറ്റർ, അറ്റ് ദ എൻട്രൻസ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. അപ്പോൾ ഇതിൽ പ്രിപ്പോസിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ ഓണ്, ഇന്ന്, ഈ പ്രിപ്പോസിഷൻ എല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത നോക്കുക. ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഇവിടെ എന്താണ് വരുന്നത്? വാണ്ട്സ് അല്ലേ. ഇവിടെ ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. ബേബിക്ക് പാല് കുടിക്കുന്നതിന് പകരം അവന് ഉറങ്ങാനാണ് താല്പര്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സെയിം ടെൻസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ സമയം നടക്കുന്ന കാര്യങ്ങളാണ്, അപ്പോൾ സെയിം ടെൻസ് വേണം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹി വാണ്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹി വാണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും എന്ത് തന്നെ യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസന്റ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് വാണ്ട് അല്ലേ. ഡസ് പ്ലസ് വാണ്ട് ആണ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സെയിം ടെൻസ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഡസ് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് മീനിങ്ങിലായതുകൊണ്ട് നമുക്ക് ഡസിൻറ്റ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ദ ബേബി ഡസിൻറ്റ് വാണ്ട് ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത്? ഇവിടെ വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ വെർബിനോട് ചേർത്തിട്ട്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ കാര്യം എന്താ? അത് നെഗറ്റീവ് മീനിങ്ങിലായതുകൊണ്ടാണ് ഡസിൻറ്റ് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ ദ ബേബി ഡസിൻറ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ടെൻസ് മാറാനായിട്ട് പാടില്ല. ഒരേ ടെൻസ് തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കറക്റ്റ് ദി ഫോളോയിങ് സെന്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്ലെപ്റ്റ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് സ്ലെപ്റ്റ് ആയിപ്പോയത്? ഇവിടെ ഹാസ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാസ് സ്ലെപ്റ്റ്. പക്ഷേ നമുക്കിവിടെ ഒരു ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിനെയാണ്. അപ്പോൾ നമുക്ക് V2 ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാസ് സ്ലെപ്റ്റ് പറ്റുമോ? ഇല്ല, അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. V2 എന്ന് പറയുമ്പോൾ സ്ലെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ഓൾഡ് വുമൺ സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് നൈറ്റ് ഇങ്ങനെയുള്ള കുറച്ച് ടൈമിംഗ് വേർഡ്സ് ഉണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമ്മൾ കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എല്ലാം ടൈമിംഗ് വേർഡ്സിൽ എന്താണ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് കാണിക്കാനുള്ള ടൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ V2 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത്, ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. എന്താണ്? ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ ഗാർഡനുള്ള പ്ലാന്റ്സ് നനയ്ക്കാനുള്ള അത്ര വെള്ളമില്ല. അപ്പോൾ എന്താ അർത്ഥം? കുറച്ച് വെള്ളമുണ്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ കുറച്ച് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എ ലിറ്റിലും നമുക്കറിയാം വെരി ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എ ലിറ്റിൽ എന്നുള്ളതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിളിൻ്റെ കൂടെയാണ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുക. എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിറ്റിലാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്ന് കാണിക്കാനായിട്ട് എ ലിറ്റിൽ യൂസ് ചെയ്യും. ഇനി വെള്ളം ഒട്ടുമില്ല എന്നുള്ള മീനിങ് ആണെങ്കിൽ നമ്മൾ ലിറ്റിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഫ്യൂവും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എ ലിറ്റിൽ, എ ഫ്യൂ ഒക്കെയാണ്. എ ലിറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അൺകൗണ്ടബിളിൻ്റെ കൂടെ എ ലിറ്റിൽ യൂസ് ചെയ്യും. കൗണ്ടബിളിൻ്റെ കൂടെ എ ഫ്യൂവും യൂസ് ചെയ്യും. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ചൂസ് ദ സിനോണിം ഓഫ് ദി വേർഡ് വോ ഫ്രം ദി ഫോളോയിങ് വേർഡ്സ്. വോയുടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ എന്നാണ് അർത്ഥം കേട്ടോ. വോയുടെ മീനിങ് എന്താണ്? നിരാശ. അപ്പോൾ നിരാശ എന്ന് പറയുന്ന മീനിങ് വരുന്നതിൽ ഏതാണ്? ഡിസ്ട്രെസ് ആണ്. ഡിസ്ട്രെസ് ആണ് നിരാശ എന്ന് പറയുന്ന മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയുടെ എന്താണ് സെയിം മീനിങ് ആണോ വരുന്നത്? ഇല്യൂഷൻ അല്ല, ചൈൽഡിഷ് അല്ല, കാൻഡിഡും അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓഡ് മാൻ ഔട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദി വേർഡ് മാഡ്. മാഡിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. മാഡിന്റെ സിനോണിം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാഡിന്റെ സിനോണിം എന്താ? ഇൻസെയിൻ ആണ്. ഇൻസെയിൻ മാഡിന്റെ സിനോണിം ആണ് ഇൻസെയിൻ.
അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? സെയിൻ ആണ്. മാഡിൻ്റെ ആൻറ്റോണിം എന്താണ്? സെയിൻ ആണ്. ഓപ്പോസിറ്റ് മീനിങ് ആണ് സെയിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ്. ബീഫ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആഡ് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ടു ആഡ് സംതിങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ് വരത്തില്ല. ചിലപ്പോൾ എന്താണ്, എന്തെങ്കിലും സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ടു ആഡ് സംതിങ് എന്നുള്ളൊരു മീനിങ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് തരത്തില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ടു മേക്ക് സംതിങ് ബിഗ്ഗർ എന്നുള്ളൊരു മീനിങ്ങിലോട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആൻസർ കീ പറഞ്ഞപ്പോൾ എ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയും ബിയും കൂടെ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഷുവറായിട്ട് പറയാൻ പറ്റുന്നത് ടു മേക്ക് സംതിങ് ബിഗ്ഗർ ആണ്. ഇനി പി എസ് സിയുടെ ആൻസർ കീ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ടു ആഡ് വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് ബീഫ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആവാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, അടുത്തത് ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഷിന്റെ കളക്റ്റീവ് നൗൺ നമ്മൾ പഠിച്ചതാണല്ലേ. സ്കൂൾ ഓഫ് ഫിഷ് എന്നും പറയും, ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത്. നമ്മൾ ഷോളൊക്കെ യൂസ് ചെയ്ത് മീൻ പിടിക്കുന്ന കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. സോ സ്കൂൾ ഓഫ് ഫിഷ് ആണ് വരിക. ഓക്കെ, ഈ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, കളക്റ്റീവ് നൗൺസ് അല്ലേ. കമ്പനി ഓഫ് പാരറ്റ്സ് എന്ന് പറയും, കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയും അല്ലേ. നമ്മൾ പാരറ്റ്സ് ഒക്കെ നമ്മൾ മനുഷ്യരായിട്ട് നന്നായിട്ട് കമ്പനി ആവും എന്നുള്ള രീതിയിൽ. അതുപോലെ ആക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരോട് പോയിട്ട് കമ്പനി ആവാനായിട്ട് ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മിലിറ്ററിക്കാരുമായിട്ട് കമ്പനി ആവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഓഫ് പാരറ്റ്സ്, കമ്പനി ഓഫ് ആക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെവി ഓഫ് എന്താ, ലേഡീസ് അല്ലേ. ലേഡീസ് അല്ലെങ്കിൽ ബ്യൂട്ടീസ്, അത് നമ്മളെങ്ങനെയാണ് പഠിച്ചത്? ബീവിമാർ ഭയങ്കര എന്താണ്, ബ്യൂട്ടിയാണ്, അവർ ലേഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ ബേബി ഓഫ് ലേഡീസും ബ്യൂട്ടീസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കളക്റ്റീവ് നൗണിൻ്റെ കോഡ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദി വേർഡ്. എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. നമ്മൾ സ്പെല്ലിംഗ് കറക്ഷൻ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും. ആകെ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ എന്താ, ഇവിടെ എ ഇ ഉണ്ടോ ഇ എ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എൻസൈക്ലോപീഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിൽ എ ഇ ആണ് എന്നുള്ളത് അല്ലേ. പിന്നെ DIA ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. CY ആണ് എന്നുള്ളതും അറിയാം. ഇതാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ അത് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പറഞ്ഞു തന്നതാണ് അല്ലേ. എൻസൈക്ലോപീഡിയ ഉണ്ടോ എന്നാണ് പറയുക. അപ്പോൾ AE ആണ് വരിക. ENCYCLOPAEDIA ആണ് എൻസൈക്ലോപീഡിയ. അടുത്തത് ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്. നമ്മൾ ഈ ഇഡിയം കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു ഡു സംതിങ് പോയിന്റ്ലെസ് ആണ്. ടു ഡു സംതിങ് പോയിന്റ്ലെസ്. ഒരു ഗൂസിനെ കാട്ടിനുള്ളിൽ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബുദ്ധിശൂന്യതയാണെന്നുള്ള രീതിയിൽ ടു ഡു സംതിങ് പോയിന്റ്ലെസ് ആണ് വരിക. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻസ്. അഡ്ഹോക്ക് നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചതാ. എങ്ങനെയാണ് അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ ഹുക്ക് എടുക്കുക. ഹുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ അലമാരി ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളൊരു തുണിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹുക്ക് ഇടുന്നു എന്നുള്ള രീതിയിൽ അഡ്ഹോക്ക് ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഈസ് ടേംഡ് ആസ്. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് അറിയപ്പെടുന്നത് എന്താണ്, ഓറോളജി ആണ്. ഓറോളജി. ഫൈൻഡ് ദി വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ബ്ലാങ്ക് സ്പേസ്. ഇവിടെ ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദി ബാങ്ക് വെരി വീക്കെൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുക്കുന്നതിന് ഡ്രോ അല്ലെ, ഡ്രോസ് ആണ് വരിക. ഡ്രോ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് ഔട്ട് ഓഫ് ദി ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്പെൽറ്റ്. ഇവിടെ മിസ്പെൽറ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഓംലെറ്റ് ആണ്. ഓംലെറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താ, OMELETTE ആണ് വരിക. OMELETTE ആണ് കേട്ടോ. ഇവിടെയും 3 E ഉണ്ട് ഓംലെറ്റിൽ. ഓക്കെ, അപ്പോൾ OMELETTE ആണ് ഓംലെറ്റിന്റെ സ്പെല്ലിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ഓക്കെ ആണല്ലോ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണ്. 35/2023. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹി വെന്റ് ടു ചെന്നൈ ഡാഷ് ട്രെയിൻ. ഹി വെന്റ് ടു ചെന്നൈ ഡാഷ് ട്രെയിൻ. ആൻസർ എന്തുവാ വരിക, ബൈ ആണ് വരിക. ബൈ ട്രെയിൻ എന്നാണ് വരിക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിപ്പോസിഷൻ പഠിച്ച സമയത്ത് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്
പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുക. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വരുന്ന സമയത്ത് വിശേഷണം ഇല്ലാത്ത കേസും നമ്മൾ പഠിച്ചു, വിശേഷണം ഉള്ള കേസും പഠിച്ചു അല്ലേ. ഇപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും വിശേഷണം ഉണ്ടോ? ദാ ട്രെയിൻ എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ വിശേഷണം ഒന്നും ഇതിൻ്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആയിരിക്കും. ഇനി വിശേഷണം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ അല്ലെങ്കിൽ ഇന്നായിരിക്കും യൂസ് ചെയ്യുക. വിശേഷണം ഉണ്ടെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഇന്നും, വിശേഷണം ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഹിസ് കാർ എന്നൊക്കെ വിശേഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓൺ അല്ലെങ്കിൽ ഇന്നായിരിക്കും. ഹിസ് കാർ, ഹെർ സൈക്കിൾ എന്നൊക്കെ ആണെങ്കിൽ. ഇനി ഇത് വെറും കാർ ആണെങ്കിലോ ബൈ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ബൈ കാർ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിശേഷണം ഇല്ലാത്ത കേസാണ് എന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബൈ ആണ് യൂസ് ചെയ്യുക. ഹി വെന്റ് ടു ചെന്നൈ ബൈ ട്രെയിൻ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഡിഫറെൻറ്റ് പീപ്പിൾ ഡാഷ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹാവ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിഫറെൻറ്റ് പീപ്പിൾ, അതായത് ഡിഫറെൻറ്റ് പീപ്പിളിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രീംസും ആസ്പിറേഷൻസും ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ കൺസെപ്റ്റ് ആണല്ലോ അല്ലേ. പീപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ പ്ലൂറൽ ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഐ ആം സ്മാർട്ട് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് വരുന്ന ടാഗ് നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് ഐ ആം ആണ് അല്ലേ. അപ്പോൾ ഈ ഐ ആം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ ആം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാഗ് എന്താണ്? ഒരു സംശയവും വേണ്ട, ആറിൻറ്റ് ഐ ആയിരിക്കും. ആറിൻറ്റ് ഐ ആയിരിക്കും. ഐ ആം വന്നു കഴിഞ്ഞാൽ ആറിൻറ്റ് ഐ ആയിരിക്കും. അല്ലെങ്കിൽ ആമിൻറ്റ് ഐ എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് തോന്നും, പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. ആമിൻറ്റ് ഐ എന്ന് നമ്മൾ ഒരിക്കലും ടാഗിൽ പറയില്ല. ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ആറിൻറ്റ് ഐ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ, ആറിൻറ്റ് ഐ. ഇനി ഐ ആം നോട്ട് എന്നുണ്ടെങ്കിലോ? ഐ ആം നോട്ട്, ഐ ആം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് വരുന്നതെങ്കിൽ, ഐ ആം നോട്ട് എന്നാണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കും? ആം ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ഐ ആം വന്നു കഴിഞ്ഞാൽ ആറിൻറ്റ് ഐയും, ഐ ആം നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാഗ് എന്തായിരിക്കും? ആം ഐയോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ CEO ആസ്ക്ഡ് രമേശ് ഹാവ് യു ഫിനിഷ് ദ പ്രോജക്റ്റ്. ഇതിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനാണ്. അപ്പോൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. ഇത് എന്ത് തരം സെൻറ്റൻസാ? ഹാവ് യു ഫിനിഷ് ദ പ്രോജക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്ത് തരം ക്വസ്റ്റ്യനാ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനായിട്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വെദർ അല്ലെങ്കിൽ ഈഫ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ടെൻസ് ഏതാ? ഹാവ് യു ഫിനിഷ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് എന്താ? ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ വെദറോ ഈഫോ വെച്ച് കണക്ട് ചെയ്യണം. ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. അങ്ങനെയുള്ള ഫോർമാറ്റ് ഉണ്ടാവും നോക്കാം. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ഓപ്ഷൻ ദ CEO ആസ്ക്ഡ് രമേശ് വെദർ ഹി ഹാസ് ഫിനിഷ്ഡ്. ഇവിടെ ഹി ഹാസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്തത് ദ CEO ആസ്ക്ഡ് രമേശ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് അല്ലെ. ഇവിടെ വെദർ ഉണ്ട്, ഇവിടെയും വെദർ ഹി ഹാഡ് ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് അവിടെ നിർത്താം. ഇവിടെ ദ CEO ആസ്ക്ഡ് രമേശ് ദാറ്റ് വെദർ ഹി ഹാസ്, ഇവിടെയും ഹി ഹാസ് ആണ്. അപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണെന്ന് നോക്കാം. ദ CEO ആസ്ക്ഡ് രമേശ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ്. അപ്പോൾ ഇത് വെദർ വെച്ചിട്ടാണ്. ഇവിടെയോ ദ CEO ആസ്ക്ഡ് രമേശ് ദാറ്റ് ഉണ്ട്. ഈ ദാറ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. വെദറോ അല്ലെങ്കിൽ ഈഫ് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇവിടെ ദാറ്റിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ CEO ആസ്ക്ഡ് രമേശ് വെദർ ഹി ഹാഡ് ഫിനിഷ് ദ പ്രോജക്റ്റ് എന്നുള്ളതാണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലുള്ളത് ഇൻഡയറക്റ്റിലോട്ട് മാറുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഈഫ് അല്ലെങ്കിൽ വെദർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ ഒരിക്കലും പറയത്തില്ല അല്ലേ. നമ്മൾ ഒരാൾ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറ്റൊരാളോട് പോയി പറയുമ്പോൾ ചോദ്യ രൂപത്തിലാണോ പറയുക? ഇല്ല, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചോദിച്ചു എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ വരത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഓക്സിലറി വരിക.
ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കണം ഓക്സിലറി വരേണ്ടത്. ഇവിടെ ഹി ഹാഡ് ആണ് വരിക. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്സിലറി കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. കണ്ടോ? അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി വരണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ചേഞ്ച് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവറി ഇയർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് ടെൻസിൽ എന്ത് വരാൻ പാടില്ല? മാറ്റം വരാൻ പാടില്ല. ടെൻസ് മാറില്ല. പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് കന്യാകുമാരി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് തന്നെയാണ് എല്ലായിടത്തും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ടെൻസ് നോക്കുക. ഇവിടെ കന്യാകുമാരി വാസ് വിസിറ്റഡ് ആണ്, ഇവിടെ പാസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് പറ്റത്തില്ല അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് എന്താ? തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവറി ഇയർ. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസാണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വാസ് കളയാം. അടുത്തതും കന്യാകുമാരി വാസ് ആണ്, അപ്പോൾ അതും നമുക്ക് കളഞ്ഞേക്കാം. അടുത്തത് നോക്കി, ഇവിടെ കന്യാകുമാരി ഈസ് ബീൻ. ഈ ബീനിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവറി ഇയർ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ റൂളുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആക്റ്റീവിനെ പാസീവിലോട്ട് ആക്കാനൊക്കെ നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവറി ഇയർ എന്നുള്ളതാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വി ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് ആസ് ദർ ഈസ് നോ പവർ സപ്ലൈ. എന്താണ്? പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് മീറ്റിംഗ് നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു അല്ലെ? മാറ്റി വെക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരേണ്ടത്. അപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യുക. പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ള മീനിങ് എന്താണ്? ഓപ്ഷൻ എ ആണ്. പുട്ട് ഓഫ്. പുട്ട് ഓഫ് ആണ് പോസ്റ്റ്പോൺ എന്ന് പറയുന്ന മീനിങ് വരുന്നത്. ഇനി പുട്ട് ഇൻ ഉണ്ട്. പുട്ട് ഇന്നിന്റെ മീനിങ് എന്താണ്? ഡു. ഡു അല്ലെങ്കിൽ അപ്പോയിന്റ്, നിയമിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെയാണ് പുട്ട് ഇൻ എന്ന് പറയുന്നത്. പുട്ട് ഇൻ ഇതെല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ് ആണ് കേട്ടോ, അണയ്ക്കുക. എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്യൂഷ് ആണ് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് പുട്ടപ്പ്. പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് അല്ലെങ്കിൽ ബിൽഡ് ആണ് കേട്ടോ. റേസ് അല്ലെങ്കിൽ ബിൽഡ് എന്നുള്ള മീനിങ് ആണ് പുട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുട്ട് വെച്ചിട്ടുള്ള ബാക്കി കുറച്ചുകൂടെ നോക്കാം. പുട്ട് എക്രോസ്. പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ആണ് പുട്ട് എക്രോസ് എന്ന് പറയുന്നത്. പുട്ട് അസൈഡ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ് ആണ് കേട്ടോ. കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ്. സജസ്റ്റ് ആണ് പുട്ട് അസൈഡ് എന്ന് പറയുന്നത്. ഇനി പുട്ട് ബൈ എന്താ? പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ആണ് വരിക. സേവ്. പുട്ട് ബൈയുടെ മീനിങ് എന്താണ്? സേവ് ആണ്. ഇനി പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്രസ് എന്നുള്ളതാണ് കേട്ടോ. സപ്രസ്. സപ്രസ് ആണ് പുട്ട് ഡൗൺ. പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ആണ്. പ്രൊഡ്യൂസ് കേട്ടോ. പുട്ട് ഫോർത്ത് എന്താണ്? പ്രൊഡ്യൂസ് ആണ്. ഇനി പുട്ട് ഫോർവേഡ് ആണെങ്കിലോ? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റ് അല്ലെങ്കിൽ ടു പ്രൊപ്പോസ് എന്നുള്ള മീനിങ് ആണ്. പുട്ട് ഫോർവേഡ് എന്താണ്? പ്രൊപ്പോസ്. ടു പ്രൊപ്പോസ്. ഇനി പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ എന്നുള്ള മീനിങ് ഉണ്ട്. അതുപോലെ സ്വിച്ച് ഓൺ എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ധരിക്കുക, സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ള മീനിങ് ഒക്കെയാണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുട്ട് ത്രൂ. പുട്ട് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ബൈ ടെലിഫോൺ ആണ് കേട്ടോ. കണക്ട് ബൈ ടെലിഫോൺ. കണക്ട് ബൈ ടെലിഫോൺ ആണ് പുട്ട് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ പുട്ട് വെച്ചിട്ടുള്ളത്. അടുത്തത്, ദ പ്രോജക്റ്റ് റിപ്പോർട്ട് റിക്വയേഴ്സ് എ ക്ലിയർ ഐഡിയ. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ എ ക്ലിയർ ഐഡിയ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്തുവാണ്? ഓപ്ഷൻ ബി ആണ്. ക്ലാരിറ്റി ആണ് കേട്ടോ. ക്ലിയർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാരിറ്റി. അടുത്തത്, ഐ തിങ്ക് ഷീ ഈസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. ദ എക്സ്പ്ലനേഷൻ ഓഫ് ദി സെൻറ്റൻസ് ഈസ്. എന്താണ്? പുല്ലിൻ്റെ ഇടയിലുള്ള പാമ്പ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ആൾ, ഒരു ഹിഡൻ എനിമി എന്നുള്ളൊരു മീനിങ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ട്രസ്റ്റ്വർത്തി. വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, ഒരു ഹിഡൻ എനിമി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അടുത്തത്, ദ എക്സ്പാൻഷൻ ഓഫ് ക്യു ആർ കോഡ്. ക്യു ആർ കോഡ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ഓപ്ഷൻ ഡി ആണ്. ക്വിക്ക് റെസ്പോൺസ് കോഡ് ആണ് കേട്ടോ. ക്വിക്ക് റെസ്പോൺസ് കോഡ്. അടുത്തത്, ദ ലാസ്റ്റ് 2 years ഹാവ് സീൻ എ ഡാഷ് ഓഫ് ഈറ്ററീസ് ഇൻ അവർ സ്ട്രീറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വർധനവ്. വർധനവ് എന്ന് പറയുന്ന മീനിങ് ആണ് ഇവിടെ വരേണ്ടത്.
ഇപ്പോൾ പ്രൊപ്പൽഷൻ നമുക്കറിയാം, റോക്കറ്റ് പ്രൊപ്പൽഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊജക്ഷൻ നമുക്കറിയാം, പ്രൊഡക്ഷനും നമുക്കറിയാം. അപ്പോൾ നമുക്കതിൽ ഓഡ് മാൻ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. പ്രോളിഫറേഷൻ ആണ് കേട്ടോ, വർധനവ് എന്നുള്ള മീനിങ് തരുന്നത് എന്താണ്? പ്രോളിഫറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് ബെവ്കോ LDയുടെ ചോദ്യ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം, വി ഹാവ് മൂവ്ഡ് എ ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. ഉത്തരം എന്താ വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അവർസെൽസ് ആണ് അല്ലേ. അപ്പോൾ വി ആയതുകൊണ്ടാണ് എന്ത് വന്നത്? അവർസെൽസ് വന്നത് അല്ലേ. അപ്പോൾ ഇനി ദേ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ദംസെൽസ്. ദംസെൽസ് എന്ന് പറയുന്നത് ദേ ആണെങ്കിൽ ദംസെൽസ് ആയിരിക്കും വരിക. ഹിംസെൽഫ് വരണമെങ്കിൽ ഹി ആയിരുന്നെങ്കിൽ ഹിംസെൽഫ് വന്നേനെ. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് സെൽഫ് തന്നെയാണ് വരിക. പിന്നെ ഷീ ആണെങ്കിൽ എന്ത് വരും? ഷീ ആണെങ്കിൽ ഹെർ സെൽഫ് എന്നാണ് വരിക അല്ലേ, ഹെർ സെൽഫ് എന്നാണ് വരിക. അപ്പോൾ വി ആണെങ്കിൽ അവർ സെൽസ്, ദേ ആണെങ്കിൽ ദം സെൽസ്, ഹി ആണെങ്കിൽ ഹിംസെൽഫ്, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് സെൽഫ്, ഷീ ആണെങ്കിൽ ഹെർ സെൽസ്, അങ്ങനെയാണ് വരിക. അടുത്തത്, ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. ക്യാറ്റ് എവിടെയാ? ട്രീയുടെ അടിയിൽ അല്ലെ, മരത്തിന്റെ അടിയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അടിയിൽ എന്നുള്ള മീനിങ്ങിൽ എന്താണ്? ഓപ്ഷൻ എ ആണ്, അണ്ടർ ആണ് വരിക, അണ്ടർ. ഇനി ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം. ഇവിടെ എന്താണ് ഉത്തരം? ഞാൻ പറയാം, ഓപ്ഷൻ ബി ആണ്, ഹാഡ് റീച്ച്ഡ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം നമ്മൾ എപ്പോഴും എന്തിലാ പറയുക? പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റിൽ ആദ്യം നടന്ന കാര്യം, ഫസ്റ്റ് നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് എപ്പോഴും പറയുക. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇറ്റ് സ്റ്റാർട്ടഡ്, അപ്പോൾ ഇത് V2 ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വരണം, ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് എന്താണ്? ഹാഡ് റീച്ച്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ V2 ആണെങ്കിൽ ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം, ഹാഡ് റീച്ച്ഡ്. അടുത്ത ചോദ്യം, ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുഡ് ആണ് വരുന്നത്, കുഡ്. എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ പാസ്റ്റിൽ കാണിക്കുന്ന ഒരു എബിലിറ്റിയാണ് അല്ലേ. പാസ്റ്റിലുള്ള ഒരു എബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കുഡാണ് യൂസ് ചെയ്യുക. പാസ്റ്റിലുള്ള ഒരു എബിലിറ്റി എന്താ? ഞാൻ കുട്ടി ആയിരിക്കുമ്പോൾ വയലിൻ പ്ലേ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിലെ എബിലിറ്റിനെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കുഡ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുക. കുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിലെ എബിലിറ്റിയെ കാണിക്കാൻ കുഡ് യൂസ് ചെയ്യും, അത് പഠിച്ചിരിക്കണം. ഇനി ഈ കുഡ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ മറ്റുള്ള യൂസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പാസ്റ്റിലുള്ള എബിലിറ്റി കാണിക്കാൻ നമ്മൾ ഈ കുഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തിനു കൂടിയിട്ട് യൂസ് ചെയ്യുന്ന അറിയോ? ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്. പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിനെ പറയാൻ വേണ്ടിയിട്ട്, പൊളൈറ്റ് റിക്വസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ, കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ കുഡ് ഐ ഗോ ഹോം മച്ച് ഏർലിയർ, അവിടെ നമ്മൾ കുഡാണ് യൂസ് ചെയ്യുന്നത്. ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യും. പിന്നെ പോസിബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട്, പോസിബിലിറ്റി, ടു എക്സ്പ്രസ് പോസിബിലിറ്റി നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യും. അപ്പോൾ ഷീ കുഡ് ബി ഇൻ ദ ലൈബ്രറി, അവൾ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും, ഒരു പോസിബിലിറ്റി ആണ്, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ പോസിബിലിറ്റീനെ കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു പൊളൈറ്റ് റിക്വസ്റ്റിനെ കാണിക്കാനും പോസിബിലിറ്റീനെ കാണിക്കാനും അതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ പാസ്റ്റിലെ ഒരു എബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഈ അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, ഷാൽ. ഷാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാലാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ബി ദർ ബൈ 8. ഞാനവിടെ ഒരു 8 മണിയാകുമ്പോഴത്തേനും ഞാനവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഷാൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് സജഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൽ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഷാൽ വി മൂവ് ഇൻ ടു ദ ലിവിംഗ് റൂം, നമുക്ക് ലിവിംഗ് റൂമിലോട്ട് പോയാലോ? അപ്പോൾ അവിടെ ഒരു സജഷൻ ആണ് അല്ലേ, നമ്മളൊരു സജഷൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷാൽ യൂസ് ചെയ്യാം. കൂടാതെ ടു എക്സ്പ്രസ് പ്രോമിസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷാൽ യൂസ് ചെയ്യും. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ്
എവറിത്തിങ് ഫോർ യു. ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫോർ യു. അപ്പോൾ അവിടെ എന്താണ്, ഒരു പ്രോമിസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സജഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രോമിസ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഷാൽ യൂസ് ചെയ്യും. അടുത്തത് നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, വില്ല്. വില്ല് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യും അല്ലേ. ഫ്യൂച്ചറിനെ, ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4 o'clock. ട്രെയിന് 4 മണിക്ക് ലീവ് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്യൂച്ചർ ആക്ഷനെയാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്യാം. പിന്നെ മേക്കിംഗ് എ ഫോർമൽ റിക്വസ്റ്റ്. നേരത്തെ നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റിനെ കാണിക്കാൻ വേണ്ടി കുഡാണ് യൂസ് ചെയ്തത്. ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്, ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്തത് എന്താ, വില്ലാണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫോർമൽ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ എക്സ്പ്രസിങ് ഡിറ്റർമിനേഷൻ, ഒരു ഡിറ്റർമിനേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, വില്ല് യൂസ് ചെയ്യും. ഡിറ്റർമിനേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, വില്ല് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ വിൽ സ്പീക്ക് ടു ഹിം ടുമോറോ. ഞാൻ അവനോട് നാളെ സംസാരിച്ചിരിക്കും. ഒരു ഉറച്ച തീരുമാനമാണ്, ഒരു ഡിറ്റർമിനേഷനാണ്. ഒരു ഡിറ്റർമിനേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, വില്ല് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വില്ലിൻ്റെ യൂസേജ് കിട്ടിയല്ലോ. ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർമൽ റിക്വസ്റ്റ്, ഡിറ്റർമിനേഷൻ, ഇതെല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ല് എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് മസ്റ്റ്. മസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഒന്ന് ടു എക്സ്പ്രസ് കമ്പൽഷൻ. ഇപ്പോൾ കമ്പൽസറി ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം, കമ്പൽഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദെയർ ടീച്ചേഴ്സ്. കുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനെ അനുസരിക്കണം. അതൊരു കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, മസ്റ്റ് യൂസ് ചെയ്യും. ചിൽഡ്രൻ മസ്റ്റ് ഒബേ ദ ടീച്ചേഴ്സ്. അതുപോലെ ടു എക്സ്പ്രസ് ഇൻഫറൻസ്, അതായത് ഒരു അനുമാനം പറയാൻ വേണ്ടിയിട്ട്, ഇൻഫറൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, മസ്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ദ ഡോർ വാസ് ക്ലോസ്ഡ്, ഹി മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. എന്താ പറയുന്നത്, ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ ഒരു അനുമാനം പറയുവാണ്, ഒരു ഇൻഫറൻസ് പറയുവാണ്. ദ ഡോർ വാസ് ക്ലോസ്ഡ്, ഹി മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്താണ്, അവൻ പുറത്ത് പോയിട്ടുണ്ടാവണം അല്ലേ. ഒരു അനുമാനമാണ്, ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തെ അനുമാനിക്കുകയാണ്. അത് അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, മസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ടു എക്സ്പ്രസ് എംഫാറ്റിക് അഡ്വൈസ്, അതിനൊരു എക്സാമ്പിളാണ് യു മസ്റ്റ് നോട്ട് ബി സ്മോക്ക് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണ്, ഒരു എംഫാറ്റിക് അഡ്വൈസ് ആണ്. അതിനെ കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, മസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മസ്റ്റ്, വില്ല്, ഷാല്, കുഡ്, ഇതിൻ്റെ എല്ലാം യൂസേജ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക, പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാനും, പോസിബിലിറ്റീനെ കാണിക്കാനും, അതുപോലെ പാസ്റ്റിലെ എബിലിറ്റീനെ കാണിക്കാനും നമ്മൾ യൂസ് ചെയ്യും. ഷാല് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്, ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സജഷൻസ്, പ്രോമിസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷാല് യൂസ് ചെയ്യുക. വില്ല് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ, അതുപോലെ ഒരു ഫോർമൽ റിക്വസ്റ്റ്, ഡിറ്റർമിനേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വില്ല് യൂസ് ചെയ്യുക. മസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിക്കാൻ, ഒരു ഇൻഫറൻസ്, അനുമാനം കാണിക്കാനായിട്ട്, എംഫാറ്റിക് അഡ്വൈസ് കാണിക്കാനൊക്കെയാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ്, ഇൻഡയറക്റ്റ് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു, ഷീ സെഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു, ഷീ സെഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് എന്താണ്, മാറണം അല്ലേ. ഇവിടെ നമുക്ക് ഐ ആം വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറണം, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറണം, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഷീ സെഡ് അതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ദാറ്റ് എന്ന് പറയുന്നൊരു കണക്റ്റിംഗ് വേർഡ് നമുക്ക് വേണം. ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ നമ്മളെപ്പോഴും ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യും. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് ആവണം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്താ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ആണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എന്തായിട്ട് മാറും, വാസ് ഓർ വേർ പ്ലസ് ING ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വാസ് ഓർ വേർ പ്ലസ് ING ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഈസ് വെയിറ്റിംഗ് ആണ്, അപ്പോൾ ഇവിടെ ടെൻസ് മാറിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടെ ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണ്, ഇവിടെ ഹാസ് ബീൻ വെയിറ്റിംഗ് ആണ്, അതെല്ലാം നമുക്ക് എടുത്ത് കളയാം. ഇവിടെ വാസ് വെയിറ്റിംഗ്, അപ്പോൾ ഇതല്ലേ വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ ബി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം.
ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. എന്താണ്? ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. ഇവിടെ എന്താ വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്നുള്ളതാണ്. ഒരു ടേക്ക് കെയർ ഓഫ് എന്നുള്ള പറയുന്ന ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ലുക്ക് ആഫ്റ്റർ ആണ് കേട്ടോ. ടേക്ക് കെയർ ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ലുക്ക് ആഫ്റ്റർ ആണ് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ലുക്ക് വെച്ചിട്ടുള്ള കുറച്ച് നോക്കാം. ലുക്ക്, ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു സീക്ക് അല്ലെങ്കിൽ സെർച്ച് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലുക്ക് ഫോർ എന്താണ്? ടു സീക്ക് അല്ലെങ്കിൽ സെർച്ച്. ലുക്ക് ഇൻ, ലുക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പേ എ ബ്രീഫ് വിസിറ്റ് ആണ് കേട്ടോ. ടു പേ എ ബ്രീഫ് വിസിറ്റ് ആണ് ലുക്ക് ഇൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാഷ്വൽ വിസിറ്റ്, അതിനെയാണ് ലുക്ക് ഇൻ എന്ന് പറയാം. അടുത്തത് ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു ആണെങ്കിലോ എക്സാമിൻ, എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റ്, എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഓൺ, ലുക്ക് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ആണ് കേട്ടോ, വാച്ച്. ലുക്ക് ഓൺ എന്താണ്? വാച്ച് ആണ് വരിക. ലുക്ക് ഓവർ, ലുക്ക് ഓവർ എന്ന് പറയുന്നത് എക്സാമിൻ ആണ്, എക്സാമിൻ, എക്സാമിൻ. ലുക്ക് ഓവർ എന്താണ്? എക്സാമിൻ. ലുക്ക് അപ്പ്, ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഒരു വേർഡൊക്കെ സെർച്ച് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ലുക്കപ്പ് യൂസ് ചെയ്യുക കേട്ടോ. സെർച്ച് ഫോർ ഇൻ ഡിക്ഷണറി, അത് ജസ്റ്റ് ഓർത്തിരിക്കണേ. ഡിക്ഷണറിയിലൊക്കെ ഒരു വേർഡൊക്കെ സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലുക്കപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സീക്ക് അല്ലെങ്കിൽ സെർച്ച്. ലുക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പേ എ ബ്രീഫ് വിസിറ്റ് അല്ലെങ്കിൽ കാഷ്വൽ വിസിറ്റ്. ലുക്ക് ഇൻ ടു എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്. ലുക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ. ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ ഇൻ എ ഡിക്ഷണറി. ഓക്കെ, അടുത്തത് ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഡാഷ് ടു ദി ട്രോൺ. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഡാഷ് ടു ദി ട്രോൺ എന്ന് പറയുമ്പോൾ ആൻസർ എന്തുവാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഹെയർ ആണ്. അതായത് അവകാശി എന്നുള്ളൊരു മീനിങ് അല്ലേ വരേണ്ടത്. അപ്പം അവകാശി എന്ന് പറയുന്നതാണ് ഹെയർ കേട്ടോ. HEIR ആണ് അവകാശി. HEIR അവകാശി എന്നുള്ള മീനിങ് ആണ് ഹെയർ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഹയർ, ഹയർ എന്തുവാണ്? റെന്റിന് എടുക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനെയാണ് എന്ത്? ഹയർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിന് എടുക്കുക, റെന്റിന് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. HARE ഹെയർ എന്തുവാ? ഹെയർ മുയലാണ് കേട്ടോ, മുയൽ. മുയലിനെ പറയുന്നതാണ് HARE ഹെയർ എന്ന് പറയുന്നത്. HAIR ഹെയർ എന്താ നമുക്കറിയാം, നമ്മുടെ മുടിയാണ്. ഓക്കെ, അപ്പോൾ HARE ഹെയർ എന്ന് പറഞ്ഞാൽ മുയൽ, HAIR ഹെയർ എന്ന് പറഞ്ഞാൽ മുടി. HIRE ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിന് എടുക്കുക. HEIR ഹെയർ എന്താണ്? അവകാശി. അടുത്തത് വൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. ചാരിറ്റബിൾ വർക്ക്സിൽ എൻഗേജ്ഡ് ആവുന്ന ആളെ നമ്മൾ എന്തുവാ പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആന്ത്രോപോളജിസ്റ്റ് എന്തുവാണ്? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രജ്ഞനാണ് കേട്ടോ. നരവംശ ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയാം. ഇനി ആംബിഡെക്സ്റ്റർ. ആംബിഡെക്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയും യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആംബിഡെക്സ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് കൈയും യൂസ് ചെയ്യുന്ന ആൾ, രണ്ട് കൈയും യൂസ് ചെയ്യുന്ന ആളെയാണ് ആംബിഡെക്സ്റ്റർ എന്ന് പറയാം. ഫിലോസഫർ എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സിനോണിം ഓഫ് ദി വേർഡ് ബിട്രേ. ബിട്രേയുടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ബിട്രേ എന്ന് വെച്ചാൽ എന്താണ്? പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്നുള്ള മീനിങ് ഒക്കെയാണ് ബിട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിസീവ് ആണ്. ഡിസീവ് കേട്ടോ. അപ്പോൾ സീസ് എന്താണ്? സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നതാണ് അർത്ഥം. പിടിച്ചെടുക്കുക, സീസ് പിടിച്ചെടുക്കുക. റെക്ടിഫൈ എന്താണ്? റെക്ടിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്, കറക്റ്റ് ചെയ്യുക കേട്ടോ. അഡ്മിറ്റ് നമുക്കറിയുന്നതാണ്. ഡിസീവ്, ഡിസീവ് ബിട്രേക്ക് എന്താണ് മീനിങ്? പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി മീനിങ് ഓഫ് ദി ഇഡിയം ടു ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. എന്താണ് ടു ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, അതാണ് ടു ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്
പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ ചോദ്യപേപ്പർ ആണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. എന്താണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലാറ്റർ ആണ്. ലാറ്റർ പാർട്ട്, അതായത് രണ്ടാമത്തെ ഭാഗം. ഫോർമറും ലാറ്റർ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാറ്റർ. LATTER ആണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഭാഗം അല്ലേ, അപ്പൊ 2T എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗം. ആ രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി. അപ്പൊ 2T ഉണ്ടായിരിക്കും ലാറ്റർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യം, ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് സിഇഒന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നോബഡി എൻജോയ്ഡ് ദ മൂവി ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ടാഗ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം അല്ലേ. ഇത് നോബഡി എൻജോയ്ഡ് എന്ന് പറയുമ്പോൾ ഇത് എന്ത് സെന്റൻസാ? നെഗറ്റീവ് ആണ് അല്ലേ. നോബഡി എന്ന് പറയുന്ന ഒരു വേർഡ് ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. ഇനി നമ്മൾ എന്താണ് നോക്കുക എപ്പോഴും? ഓക്സിലറി വേർബ് അല്ലേ. ഓക്സിലറി വേർബ് ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ ഓക്സിലറി ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? എൻജോയ്ഡ് ആണ്. എൻജോയ്ഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡിഡ് പ്ലസ് എൻജോയ് ആണ് എൻജോയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഡ് ആണ് നമുക്ക് കിട്ടുന്ന വേർബ് അല്ലെ. അപ്പൊ ഡിഡ് കിട്ടി. ഇനി ഇത് നെഗറ്റീവ് ആണ്, അപ്പൊ പോസിറ്റീവ് ടാഗാ. അപ്പൊ ഡിഡ് തന്നെയാണ് വരിക അല്ലെ. ഡിഡ് നോട്ട് അതിന്റെ ആവശ്യമില്ല. ഡിഡ് കിട്ടി. പിന്നെ ഇനി എന്താണ് നമുക്ക് വരുന്ന പ്രൊനൗൺ എന്താണെന്ന് നോക്കണം. ഇവിടെ നോബഡി ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ എന്താണ്? ദേ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഡിഡ് ദേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ നോബഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആവുമ്പോൾ ടാഗ് പോസിറ്റീവ് ആയിട്ട് വരണം. ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. എൻജോയ്ഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് എൻജോയ് ആണ് വരിക. അപ്പൊ ഡിഡ് പിന്നെ ദേ എങ്ങനെയാണ് വന്നത്? നോബഡി വരുമ്പോൾ നമ്മുടെ പ്രൊനൗൺ എന്താണ്? ദേ ആയിട്ടാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ് എന്താണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ എന്തുവാ വരുന്നത്? സി ആണ് വരുന്നത് കേട്ടോ. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്താണ് എന്നുള്ളതാണ് ആൻസർ വരിക. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൊങ്ങച്ചൊക്കെ പറയത്തില്ലേ, പൊങ്ങച്ചൊക്കെ പറയുന്ന ആൾക്കാരെ കുറച്ചൊന്ന് അകലം പാലിക്കുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നിർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറ്റ് ആൻ ആംസ് ലെങ്ത് ചെറിയൊരു ഡിസ്റ്റൻസിൽ നിർത്തുന്നത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ് അറ്റ് ആൻ ആംസ് ലെഗ് അല്ലേ. നമ്മുടെ ചെറിയൊരു ഡിസ്റ്റൻസിൽ നിർത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ വീക്ക് ക്രപ്റ്റ് എലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആസ് ആണ് കേട്ടോ. ദ വീക്ക് ക്രപ്റ്റ് അലോങ് ആസ് സ്ലോലി ആസ് സ്നെയിൽ. അതായത് ഈ ആഴ്ച എന്ന് പറയുന്നത് ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞു. അപ്പോൾ അതിന് എന്താണ്? ഒരേപോലുള്ള രണ്ട് സാധനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആസ് യൂസ് ചെയ്യുക. ആസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരുപോലെയുള്ള രണ്ട് സാധനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആസ് യൂസ് ചെയ്യുക. ദി റോങ് സെന്റൻസ്, തെറ്റായിട്ടുള്ള സെന്റൻസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദി ഫംഗ്ഷൻ. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നോക്കാം. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഹാസ് ഗോട്ട് ഇൻ ടു ദി ബസ്. അപ്പോൾ ഇവിടെ എന്താണ്? ആസ് വെൽ ആസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ആസ് വെൽ ആസ്, അതുപോലെ അക്കമ്പനീഡ് ബൈ, ടുഗെദർ വിത്ത്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനെ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് ദ ടീച്ചറാണ്. അപ്പോൾ ദ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? സിംഗുലർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെന്റൻസ് ശരിയാണ്. അടുത്തത് നോക്കിക്കേ, പ്ലെന്റി ഓഫ് മിൽക്ക് ഈസ് അവൈലബിൾ ഹിയർ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ പ്ലെന്റി ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണല്ലോ, മിൽക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ പ്ലെന്റി ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സിംഗുലർ ആണ്, ഈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. അപ്പോൾ ഇവിടെ ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് ഒരൊറ്റ കൺസെപ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഒരൊറ്റ ഇതെന്നുള്ളത് സിംഗുലർ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒറ്റതായതുകൊണ്ട് തന്നെ സിംഗുലർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ വെയിറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. പക്ഷെ ഇവിടെ തെറ്റിപ്പോയി. ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വിത്ത് അതുപോലെ ടുഗെദർ വിത്ത് ആസ് വെൽ ആസ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ്
ഫസ്റ്റ് സബ്ജക്റ്റിനെ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സബ്ജക്റ്റ് ടുഗെദർ വിത്ത് ആസ് വെൽ ആസ് അക്കമ്പനീഡ് ബൈ അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ വേണം കൺസിഡർ ചെയ്യാൻ. ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ആരാ? ദ മാനേജർ ആണ്. അപ്പോൾ ദ മാനേജർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? സിംഗുലർ വരണം. അപ്പോൾ ഇവിടെ ഈസ് ആണ് വരേണ്ടത്. ഇവിടെ ആറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇത് പ്ലൂറൽ അല്ലേ ആർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആസ് വെൽ ആസ് ടുഗെദർ വിത്ത് അക്കമ്പനീഡ് ബൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് വെർബും സിംഗുലർ ആയിരിക്കണം. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റ്. പിന്നെ പ്ലെന്റി ഓഫ് മിൽക്ക്, പ്ലെന്റി ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് ഒരൊറ്റ കൺസെപ്റ്റ് ആണ്. സോ സിംഗുലർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ തെറ്റായ സ്പെല്ലിങ് ഏതിൻ്റെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബാക്കിയെല്ലാം ശരിയാണ്. ഓൺട്രപ്രണർ ശരിയാണ്, ആസസ് ശരിയാണ്, ഹൈജീൻ ശരിയാണ്. ഡെലിഗേറ്റ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? ഡെലിഗേറ്റിന്റെ സ്പെല്ലിംഗ് DELEGATE ആണ് കേട്ടോ. ഡെലിഗേറ്റ് ആണ്, DELEGATE ആണ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡെലിഗേറ്റ് എന്താണ്? പ്രതിനിധി, റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളൊരു മീനിങ് ആണ് ഡെലിഗേറ്റ്. ഓക്കെ, അടുത്തത്, ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ആൻ ഡാഷ് പേഴ്സൺ. എന്താണ്? അതായത് ഒരാളെ തോൽപ്പിക്കാൻ പറ്റാത്ത അല്ലേ? ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ്, നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സണെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഇൻവിൻസിബിൾ. നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ ജയിച്ച് നിൽക്കാന്ന് ഓർത്താൽ മതി. അപ്പോൾ വിൻ ചെയ്ത് നിൽക്കുന്ന ആളാന്ന് ഓർത്താൽ മതി. അപ്പം ഇൻവിൻസിബിൾ ആണ്. ഇൻവിൻസിബിൾ, വിൻ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ജയിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ജസ്റ്റ് വേർഡ് കാണുമ്പോൾ ഓർമ്മ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ്, ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അയാൾ വിൻ ചെയ്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ ഇൻവിൻസിബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി. ലേസിയുടെ സിനോണിം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, ഇൻസെസെന്റ് ആണ് കേട്ടോ. അതായത് സിനോണിം ലേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ലേസി എന്താണെന്നുള്ളത് നമുക്കറിയാം, മടിയാണ്. അപ്പോൾ ഇൻടോളന്റ്, സ്ലോത്ത്ഫുള്ള്, ഇതെല്ലാം ഐഡിൽ, ഇതെല്ലാം എന്താണ്? ലേസി എന്നുള്ളൊരു മീനിങ് തരുന്ന വേർഡ്സ് ആണ്. ഇൻസെസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നിരന്തരമായ എന്ന മീനിങ് ആണ് ഇൻസെസെന്റ് തരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദി പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദി നെക്ലസ്. ഇതിന്റെ പാസീവ് ഫോം എഴുതാനാണ്. അപ്പോൾ പാസീവ് ഫോം എഴുതാനായിട്ട് നമ്മൾ പഠിച്ച റൂൾസ് എന്തൊക്കെയാണ്? ടെൻസിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് എന്നുള്ള രീതിക്കാണ് വരേണ്ടത്. ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇതിന് മുമ്പിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ WH ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് അങ്ങനെ വരും. ഇനി WH ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ അത് ഈ ഓക്സിലറിയുടെ മുമ്പിൽ വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് WH ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആദ്യം എന്ത് വരണം? വേറിൽ തുടങ്ങണം. അപ്പോൾ വേറിൽ തുടങ്ങാത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഓപ്ഷൻ ഡി നമുക്ക് അങ്ങോട്ട് കളഞ്ഞേക്കാം. അപ്പോൾ വേറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറെ കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബാണ് വരേണ്ടത്. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ ഇവിടെ വേർ ഡിഡ് ഷീ ഹൈഡ് ദി നെക്ലസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? ഇവിടെയും നമുക്ക് ഇതും കളഞ്ഞേക്കാം. ഓക്സിലറി വേർബ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് വേറെ കഴിഞ്ഞിട്ട് ഓക്സിലറി ഇല്ലാത്ത കാരണം ഈ 2 ഓപ്ഷൻ നമുക്ക് കളയാം. ഇവിടെ വേർ ഡിഡ് ഉണ്ട്, വാസ് ഉണ്ട്. ഇവിടെ ഈ ബീനിന്റെ ആവശ്യമുണ്ടോ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷനും കൂടെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും അല്ലേ? എന്താണ്? നമുക്ക് ടെൻസ് മാറാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ്. വേർ വാസ് ദ നെക്ലേസ് ഹിഡൻ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.